ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ആ ഒരു വിഷയമുണ്ടല്ലോ. അക്ബറിനെ കരിവാരി തേക്കാനായിട്ട് അനുമോള് ആദിലയുടെ കൈവശം PR നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം. അവിടെ അനുമോള് ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ എന്റെ നമ്പറാണ് കൊടുത്തത്, ആ നമ്പർ ഒരു ടിഷ്യൂവിൽ എഴുതിയിട്ട് ആദിലയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇവിടെ അനുമോള് ജെന്യൂൻ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അതിലൊരു സംശയവുമില്ല. എന്നാൽ അനുമോളെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് നമ്മൾ അതിനുശേഷം അവിടെ കാണുന്നത്. ഇവിടെ അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലേ, കാരണം അനുമോള് കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട്, എനിക്കൊരു PR നമ്പറും അറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ. അത്രയും ദയനീയമായ സ്വരത്തിൽ അനുമോള് പറയുമ്പോഴും നൂറ് അവിടെ ഒന്നും മിണ്ടുന്നില്ല. ആദില പോയാലും ശരി, ആദിലയും നൂറയും തമ്മിൽ സംസാരിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു എന്ന് പറയുന്നത് ആദില ഉള്ള സമയത്താണ്. അപ്പോൾ തീർച്ചയായും ആദിലയും നൂറയും അത് സംസാരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു കാര്യം അനു ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദില ഇല്ല എങ്കിൽ പോലും നമ്മുടെ നൂറ് അവിടെ പ്രതികരിക്കേണ്ടതാണ്. പക്ഷെ നൂറയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ നൂറ് ആ ഒരു വിഷയം ചർച്ചയാവുന്ന സമയത്ത് ഓടിപ്പോയിട്ട് കബോർഡിൽ നിന്നും ഒരു പേപ്പർ എങ്ങാണ്ട് എടുത്ത് ചുരുട്ടി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇത് തന്നെ ഒരു തെളിവാണ്. കാരണം അവര് നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനു മുൻപേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു, പക്ഷെ നമ്മൾ അത് ചുരുട്ടി കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും നൂറ എന്താണ് എടുത്തു കൊണ്ടുപോയി കളഞ്ഞത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇത് അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് തന്നെയാണ്. അനു പറയുന്നുണ്ട്, ഞാൻ എന്റെ നമ്പറാണ് അതിലേക്ക് കൊടുത്തത്, അത് സ്വാഭാവികമായ കാര്യമാണ്. പുറത്തിറങ്ങിയാലും ഇവർ തമ്മിലുള്ള സൗഹൃദം തുടരാനുള്ള ഒരു ഉപാധി, ചിലപ്പോൾ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഉപാധി, അങ്ങനെയൊക്കെ ആവാം. എന്നാലേ അതിനെ ഒരു ചീപ്പ് ഗെയിമാക്കി എടുത്തത് ആരാണെങ്കിലും അത് വളരെ മോശമായി പോയി. ഈ ഒരു വിഷയം കൊണ്ട് വീട്ടിലുള്ള എല്ലാവരും അനുമോൾക്കെതിരാണ്. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. അനുമോൾക്കെതിരെ തിരിഞ്ഞിട്ട് അനുമോൾ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആദിലയും നൂറയും ചെയ്തത് വൻ ചതി തന്നെയാണ്. പ്രത്യേകിച്ച് അത്രയും സുഹൃത്താണ് എന്ന് പറഞ്ഞു നിന്ന ആ ഒരു സ്ഥിതിക്ക് അനുമോളോട് കാണിച്ചത് വലിയ ചതി തന്നെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?